കുറിപ്പാണ്. വാശികവും പഞ്ചതത്വവും എന്നുള്ളതിൽ രുദ്രയാമളത്തിലെ തന്ത്രസാധന അതിൽ സഹസ്രാര കമലം പേജ് 93. ആജ്ഞാചക്രത്തിന് ഏറ്റവും മുകളിൽ ശരീരത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് ശിരസിൽ സഹസ്രാര കമലമാണ്. ആജ്ഞാചക്രം പുരികമധ്യത്തിൽ. ഇവിടെ നിന്നാണ് സുഷുമ്ന നാഡി ആരംഭിക്കുന്നത്. സഹസ്രാര കമലത്തിൽ നിന്ന് ഇവിടെ നിന്ന് താഴോട്ട് മുഖമായി പോകുന്നു. ഏറ്റവും താഴെ മൂലാധാരമാണ് സുഷുമ്ന നാഡിയുടെ അവസാനം. സഹസ്രാരത്തിൽ 1000 ഇതളുകളുള്ള സഹസ്രാര പത്മം നല്ല വെളുത്ത നിറമുള്ളതാണ്. ഉദയസൂര്യൻ്റേതുപോലെ രക്തവർണ്ണമായ കേസരങ്ങൾ പ്രകാശിക്കുന്നു. ഇത് അധോമുഖത്തോടു കൂടിയുള്ളതാണ്. ഇതിലെ 50 ദളങ്ങളിൽ അകാരം മുതൽ ക്ഷകാരം വരെയുള്ള അക്ഷര ബിന്ദുക്കൾ സ്ഥിതി ചെയ്യുന്നു. ഈ അക്ഷരകർണികയുടെ താഴെ ഗോളാകാരമായ ചന്ദ്രമണ്ഡലമാണ്. ചന്ദ്രമണ്ഡലത്തിൽ ഛത്രാകാരത്തെ കുട പോലെ 7 ഒരു ഊർധ്വമുഖിയായ 12 ദളങ്ങളുള്ള കമലം മറച്ചു പിടിക്കുന്നു. ഈ കമലത്തിൻ്റെ കർണികയിൽ വിദ്യുത് സദൃശമായ അഗധാദി ത്രികോണയന്ത്രമുണ്ട്. ഈ യന്ത്രത്തിൻ്റെ 4 വശത്തും സുധാസാഗരമാണ്. ഈ സുധാസാഗരത്തിൽ ഈ ത്രികോണയന്ത്രം മണിദ്വീപ ആകാശത്തിലിരിക്കുന്നു. ഈ മണിദ്വീപത്തിൻ്റെ സ്ഥലത്ത് 10 മണിപീഠം ഉണ്ട്. 11. ഇതിന് താഴെയുള്ള നാദബിന്ദുവിൻ്റെ മുകളിൽ ഹംസപീഠസ്ഥാനമാണ്. ഇത് 13. ഹംസപീഠത്തിന് മുകളിൽ ഗുരുപാദുകമാണ്. ഈ സ്ഥാനത്ത് ഗുരുദേവൻ്റെ ചരണകമലങ്ങളിൽ ധ്യാനിക്കണം. ഗുരുദേവൻ തന്നെയാണ് പരമശിവനും പരബ്രഹ്മാവും. സഹസ്രദള കമലത്തിൽ ചന്ദ്രമണ്ഡലം പറഞ്ഞല്ലോ. അതിൻ്റെ മടിയിൽ അമരകല എന്ന പേരിൽ ഒരു ഷോഡശി കലയുണ്ട്. അതിൻ്റെ മടിയിൽ നിർവ്വാണകലയും. ഈ നിർവ്വാണകലയുടെ മടിയിൽ നിർവ്വാണ ശക്തി സ്വരൂപമായ മൂലപ്രകൃതി ബിന്ദുവും വിസർഗവും ഇവയോടുകൂടിയുള്ള ശക്തി പരമശിവനെ ആലിംഗനം ചെയ്ത് ചുറ്റുവരിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ധ്യാനത്തോടെ സാധകൻ നിർവ്വാണമുക്തിയെ പ്രാപിക്കാൻ കഴിവുള്ളവനായിത്തീരുന്നു. സഹസ്രദളത്തിൽ സ്ഥിതി ചെയ്യുന്ന പരമശിവശക്തികളെ ദേവാന്തത്തിൽ പരബ്രഹ്മാവും മായയുമായി പറയുന്നു. പത്മത്തെ ആനന്ദമയ കോശമെന്നും പറയുന്നു. സംഖ്യാമതത്തിൽ പരമശിവശക്തിയെ പ്രകൃതി പുരുഷനെന്നും ശക്തിയെ പ്രകൃതിയെന്നും ശിവനെ പുരുഷനെന്നും പറയുന്നു. പൗരാണിക മതങ്ങളിൽ ലക്ഷ്മി നാരായണൻ, രാധാകൃഷ്ണൻ എന്നിങ്ങനെയും തന്ത്രമതത്തിൽ പരമശിവനെന്നും പരമശക്തിയെന്നും പറയുന്നു. ഇങ്ങനെ രുദ്രയാമളത്തിൽ പറയുന്ന. ഇപ്പോൾ സഹസ്രാര കമലത്തിലെ ചക്രങ്ങളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. പീഠസ്ഥാനങ്ങളെ പറ്റി പറയുന്നതിലാണത്. ബിന്ദുപീഠം, നാദപീഠം, ശക്തിപീഠം. ഇത് തലയൊട്ടിയുടെ ഉള്ളിലാണ്. ശക്തിപീഠത്തിൻ്റെ ബ്രഹ്മബീജമായ ഓങ്കാരം. രണ്ടാമത്തെ ഓങ്കാരത്തിന് താഴെ നിരാലംബരപുരി എന്ന സ്ഥാനം. അതിന് താഴെ 16 ദളങ്ങളുള്ള സോമചക്രം. അതിന് താഴെ രഹസ്യമായ 6 ദളങ്ങളുള്ള ഒരു പത്മവും. അതിനും താഴെ ആജ്ഞാചക്രത്തിനും താഴെ താലുമൂലത്തിൽ രഹസ്യമായ ഒരു ചക്രമുണ്ട്. ഇനി പറയുന്നത് ഈ അക്ഷരകർണിയുടെ താഴെ ഗോളാകാരമായ ചന്ദ്രമണ്ഡലം. ചന്ദ്രമണ്ഡലത്തിൽ ഛത്രാകാരമായൊരു കുട. ഈ ഊർധ്വമുഖിയായ 12 ദളങ്ങളുടെ കമലം മറച്ചു പിടിക്കുന്നു. അങ്ങനെ 7. ഈ കമലത്തിൻ്റെ കർണികയിൽ വിദ്യുത് സദൃശമായ അഗധാദി ത്രികോണ യന്ത്രമുണ്ട്. അത് 8. ഈ യന്ത്രത്തിൻ്റെ 4 വശം സുധാസാഗരമാണ്. ഈ സുധാസാഗരത്തിലെ ഒരു ത്രികോണയന്ത്രം. അത് 9. മണിദ്വീപ ആകാശത്തിലിരിക്കുന്ന ഈ മണിദ്വീപിൻ്റെ മധ്യസ്ഥാനത്ത് 10 മണിദ്വീപ് പീഠമുണ്ട്. അതിന് താഴെയുള്ള നാദബിന്ദുവിൻ്റെ മുകളിൽ 12 ഹംസപീഠസ്ഥാനമാണ്. ഹംസപീഠത്തിന് മുകളിൽ ഗുരുപാദുകമാണ്. ഈ സ്ഥാനത്ത് ഗുരുദേവൻ്റെ ചരണകമലങ്ങൾ ധ്യാനിക്കുന്നു. ഗുരുദേവൻ തന്നെയാണ് പരമശിവനും പരബ്രഹ്മാവും. സഹസ്രദള കമലത്തിൽ ചന്ദ്രമണ്ഡലം എന്ന് പറഞ്ഞത്. അതിന് അടിയിൽ അമരകല എന്ന പേരിൽ ഒരു ഷോഡശി കലയുണ്ട്. അതിൻ്റെ മടിയിൽ നിർവ്വാണകലയും. ഈ നിർവ്വാണകലയുടെ മടിയിൽ നിർവ്വാണ ശക്തി രൂപമായ മൂലപ്രകൃതി ബിന്ദുവും വിസർഗവും അവയോട് കൂടിയുള്ള ശക്തി പരമശിവനെ ആലിംഗനം ചെയ്ത് ചുറ്റിവരിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ 16 പീഠസ്ഥാനങ്ങളുണ്ട്. ബിന്ദുപീഠം, നാദപീഠം, ശക്തിപീഠം എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതിനുള്ളിലാണ് ഈ 16 സ്ഥാനങ്ങൾ. അത് പൊതുവെ പീഠസ്ഥാനങ്ങളെന്ന് പറയാം. എന്നാലും സഹസ്രാര കമലത്തിലാണ് ഇതെല്ലാം വരുന്നത്. ഇത് വിശേഷമായിട്ട് ഓരോ പോയിന്റിലും വിചാരിച്ച് ധ്യാനിക്കാവുന്നതാണ്. ധ്യാനിച്ചാൽ സഹസ്രാര ചക്രം ബലപ്പെട്ട് വളരെയധികം ബുദ്ധി, ബോധം, കഴിവ് എല്ലാം ഉണ്ടാക്കിത്തരും. നമഃ ശിവായ.